ഒരു കൊലയാളിക്ക് എത്ര കാലം ഒളിവിൽ കഴിയാൻ സാധിക്കും? 5 വർഷം? 10 വർഷം? മലപ്പുറം അരീക്കോട് സ്വദേശിയായ മുഹമ്മദ് ഷെരീഫ് നിയമത്തെ വെട്ടിച്ചത് നീണ്ട 13 വർഷങ്ങളാണ്. പേര് മാറ്റി, വേഷം മാറ്റി, മറ്റൊരു സംസ്ഥാനത്ത് പുതിയൊരു കുടുംബവുമായി ടാക്സി ഡ്രൈവറായി ജീവിച്ച അയാൾ കരുതി പഴയ പാപങ്ങളെല്ലാം കാലം മാച്ചു കളഞ്ഞെന്ന്. എന്നാൽ കേരള പോലീസിൻ്റെ കുശാഗ്ര ബുദ്ധിക്ക് മുന്നിൽ ആ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചു. ദർശു ടോക്സിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് അരീക്കോടുള്ള വാവൂർ പാലത്തിന് സമീപം നടന്ന ആ ദാരുണമായ കൊലപാതകത്തെക്കുറിച്ചാണ്. 2013 ജൂലൈ 22 ഷെരീഫ് തൻ്റെ ഭാര്യ സബീറയെയും മക്കളായ 2 വയസ്സുള്ള മകൾ ഫാത്തിമ ഷെറിൻ 9 മാസം പ്രായമുള്ള ലാമിഹയെയും കൊണ്ട് പെരുന്നാളിന് വസ്ത്രങ്ങൾ വാങ്ങി സന്തോഷത്തോടെ സ്കൂട്ടറിൽ സ്വന്തം വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. അന്ന് സബീറ അറിഞ്ഞിരുന്നില്ല താൻ ഏറ്റവും വിശ്വസിച്ച ഒരാൾ തങ്ങളെ മരണത്തിലേക്കാണ് കൊണ്ടുപോകുന്നതെന്ന്. അരീക്കോട് വാവൂർ പാലത്തിന് സമീപമുള്ള ആ വിജനമായ റോഡ്. നേരം ഇരുട്ടി തുടങ്ങിയിരുന്നു. റോഡരികിലെ ആ വലിയ വെള്ളക്കെട്ടിന് സമീപം എത്തിയപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത നിമിഷം ഷെരീഫ് ആ സ്കൂട്ടർ വെട്ടിത്തിരിച്ചു. ഒരു നിമിഷം കൊണ്ട് 3 ജീവനുകളുമായി ആ വാഹനം വെള്ളത്തിലേക്ക് മറിഞ്ഞു. സാധാരണ ഏതൊരാളും തൻ്റെ പ്രിയപ്പെട്ടവരെ രക്ഷിക്കാൻ ആഞ്ഞു ശ്രമിക്കുന്ന ആ നിമിഷം ഷെരീഫ് ചെയ്തത് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ക്രൂരതയായിരുന്നു. വെള്ളത്തിൽ വീണ സബീറയും മക്കളെയും കരയ്ക്ക് കയറ്റുന്നതിന് പകരം ആ കൈകൾ കൊണ്ട് അവരെ വെള്ളത്തിലേക്ക് അമർത്തിപ്പിടിച്ചു. സബീറ കരയ്ക്ക് കയറാൻ ശ്രമിച്ചെങ്കിലും ഷെരീഫ് അവളെ വെള്ളത്തിനടിയിലേക്ക് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലുകയായിരുന്നു. 9 മാസം മാത്രം പ്രായമുള്ള ആ പിഞ്ചു കുഞ്ഞിൻ്റെയും 2 വയസ്സുകാരി ഫാത്തിമയുടെയും ശ്വാസം നിലയ്ക്കുന്നതുവരെ അയാൾ ആ ക്രൂരത തുടർന്നു. നിലവിളിക്കാൻ പോലും അനുവദിക്കാതെ വെള്ളത്തിനടിയിൽ വെച്ച് തൻ്റെ കുടുംബത്തെ അയാൾ ഇല്ലായ്മ ചെയ്തു. കുറ്റകൃത്യം പൂർത്തിയാക്കി വെള്ളത്തിൽ നിന്നിറങ്ങിയ ഷെരീഫ് തൻ്റെ വസ്ത്രങ്ങൾ പിഴിഞ്ഞുണക്കി. ഒട്ടും ഭാവഭേദമില്ലാതെ കയ്യിലുണ്ടായിരുന്ന ഇളയ കുഞ്ഞിൻ്റെ മൃതദേഹവുമായി സമീപത്തെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു, "സ്കൂട്ടർ പഞ്ചറായി, ഞങ്ങൾ വെള്ളത്തിൽ വീണു, എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ." ഷെരീഫിൻ്റെ നിലവിളി കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ കണ്ടത് നനഞ്ഞൊലിച്ച് കയ്യിൽ മരവിച്ച കുഞ്ഞുമായി നിൽക്കുന്ന ഒരു തകർന്ന പിതാവിനെയാണ്. ഒട്ടും വൈകാതെ തന്നെ ആളുകൾ ആ വെള്ളക്കെട്ടിലേക്ക് ചാടി. മിനിറ്റുകൾക്കകം സബീറയുടെയും മൂത്ത മകൾ ഫാത്തിമയുടെയും മൃതദേഹങ്ങൾ അവർ പുറത്തെടുത്തു. നാട്ടുകാരും പോലീസും സബീറയുടെ വീട്ടുകാരും ആദ്യം കരുതിയത് അതൊരു നിർഭാഗ്യകരമായ അപകടം മാത്രമെന്നാണ്. ടയർ പഞ്ചറായതും നിയന്ത്രണം വിട്ടതുമെല്ലാം ഷെരീഫ് അത്രത്തോളം വിശ്വസനീയമായാണ് എല്ലാവരോടും പറഞ്ഞത്. ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. ഒരു സാധാരണ അപകടമെന്ന് കരുതി എഴുതി തള്ളാമായിരുന്ന കേസ്. പക്ഷേ മലപ്പുറം പോലീസിൻ്റെ അന്വേഷണം വഴിമാറിയത് ഇവിടെ വച്ചായിരുന്നു. സബീറയുടെ കഴുത്തിനു ചുറ്റും ബലപ്രയോഗം നടന്നതിൻ്റെയും വെള്ളത്തിനടിയിലേക്ക് അമർത്തിപ്പിടിച്ചതിൻ്റെയും സൂചനകൾ ഡോക്ടർമാർ കണ്ടെത്തി. ശ്വാസകോശത്തിൽ വെള്ളം കയറിയതിനൊപ്പം തന്നെ ശ്വാസം മുട്ടിക്കാനുള്ള ബാഹ്യമായ ശ്രമങ്ങളും നടന്നിരുന്നു. ഇത് ഒരു കൊലപാതകമാണെന്ന് പോലീസ് ഉറപ്പിച്ചു. സബീറയുടെ മരണത്തിന് തുടക്കം മുതൽക്കേ തന്നെ അവരുടെ മാതാപിതാക്കൾക്കും ബന്ധുക്കൾക്കും ശക്തമായ സംശയമുണ്ടായിരുന്നു. ഷെരീഫിൻ്റെ പെരുമാറ്റത്തിലും സബീറയുടെ സ്വർണം വിറ്റതിനെ ചൊല്ലിയുള്ള മുൻപത്തെ തർക്കങ്ങളിലും അവർക്ക് ആശങ്കയുണ്ടായിരുന്നു. സംഭവം നടന്ന ഉടനെ തന്നെ ഷെരീഫിൻ്റെ പെരുമാറ്റത്തിൽ അസ്വാഭാവികത തോന്നിയ കുടുംബം പോലീസിന് തങ്ങളുടെ സംശയം ഇൻഷുറൻസ് എടുത്ത കാര്യവുമെല്ലാം അവർ പോലീസിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഈ സമ്മർദ്ദമാണ് പോലീസിനെ കൊണ്ട് കേസ് ഗൗരവമായി അന്വേഷിക്കാൻ പ്രേരിപ്പിച്ചത്. ഉടനടി പോലീസ് സബീറയുടെ ഇൻഷുറൻസ് വിവരങ്ങൾ പരിശോധിച്ചു. അവിടെയാണ് പോലീസിനെ ഞെട്ടിച്ച ആ ഇൻഷുറൻസ് പോളിസി കണ്ടെത്തുന്നത്. സബീറയുടെ പേരിൽ 20 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് എടുത്തിട്ട് മാസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. നോമിനി ഷെരീഫ് ആയിരുന്നു. ഇത്രയും വലിയൊരു തുകയ്ക്ക് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പ്ലാൻ ചെയ്ത കൊലപാതകമാകാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് ഉറപ്പിച്ചു. അതുകൊണ്ട് തന്നെ മരണകാരണം കൃത്യമായി അറിയാൻ ശാസ്ത്രീയമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനിവാര്യമായിരുന്നു. സാധാരണക്കാരനായ ഒരാൾ എന്തിനിത്രയും വലിയൊരു തുക ഇൻഷുറൻസ് എടുത്തത് എന്ന ചോദ്യത്തിനു മുന്നിൽ അയാൾക്ക് ഉത്തരമില്ലായിരുന്നു.
സ്കൂട്ടറിൻ്റെ ടയർ പഞ്ചറായതിനാൽ നിയന്ത്രണം വിട്ടു എന്നതായിരുന്നു ഷെരീഫിൻ്റെ വാദം. എന്നാൽ ഫോറൻസിക് വിദഗ്ധർ സ്കൂട്ടർ പരിശോധിച്ചപ്പോൾ കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന സത്യമായിരുന്നു. ടയറിലുണ്ടായിരുന്ന സുഷിരം റോഡിലെ കല്ലുകൊണ്ടോ മുനയിലുള്ള വസ്തുക്കൾ കൊണ്ടോ ഉണ്ടായതല്ല, മറിച്ച് ഒരു സൂചി അല്ലെങ്കിൽ ചെറിയ ആണി ഉപയോഗിച്ച് ബോധപൂർവം കുത്തിപ്പൊട്ടിച്ചതായിരുന്നു അത്. ഒരു അപകടം മുൻകൂട്ടി പ്ലാൻ ചെയ്തതിൻ്റെ മറ്റൊരു തെളിവ് അവിടെ നിന്നും ലഭിച്ചു. സംഭവത്തിന് ശേഷം 2013 സെപ്റ്റംബറിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു. ഏകദേശം 1.5 വർഷത്തോളം ജയിലിൽ കഴിഞ്ഞ ശേഷം കോടതിയിൽ നിന്ന് ഷെരീഫിന് ജാമ്യം ലഭിക്കുന്നു. ജാമ്യം ലഭിച്ച് ജയിലിന് പുറത്തിറങ്ങിയ മുഹമ്മദ് ഷെരീഫ് നടന്നു നീങ്ങിയത് ഒരു പുതിയ ജീവിതത്തിലേക്കായിരുന്നു. തൻ്റെ പാപക്കറകൾ കഴുകിക്കളയാനല്ല, മറിച്ച് നിയമത്തിൻ്റെ കണ്ണെത്താത്ത ഒരിടത്ത് സുരക്ഷിതനായി ഒളിക്കാനായിരുന്നു ആ യാത്ര. അരീക്കോടിൻ്റെ മണ്ണിൽ നിന്നും അയാൾ അപ്രത്യക്ഷനായി. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ പോലീസിനോ അയാൾ എങ്ങോട്ട് പോയെന്നതിനെക്കുറിച്ച് ഒരു സൂചനയും ഉണ്ടായിരുന്നില്ല. കേരളത്തിൻ്റെ അതിർത്തി കടന്ന് ബാംഗ്ലൂർ എന്ന മഹാനഗരത്തിൻ്റെ തിരക്കുകളിലേക്ക് അയാൾ അലിഞ്ഞു ചേർന്നു. മുഹമ്മദ് ഷെരീഫ് എന്ന പേര് അയാൾ ഉപേക്ഷിച്ചു. പുതിയൊരു പേര് സ്വീകരിച്ചു. പുതിയ തിരിച്ചറിയൽ രേഖകൾ സംഘടിപ്പിച്ചു. നാട്ടിലെ ആരും തന്നെ തിരിച്ചറിയില്ല എന്ന് ഉറപ്പുവരുത്താൻ അയാൾ തൻ്റെ രൂപത്തിലും മാറ്റങ്ങൾ വരുത്തി. അവിടെ അയാൾ ഒരു സാധാരണ ടാക്സി ഡ്രൈവറായി ജോലി തുടങ്ങി. ബാംഗ്ലൂരിൽ വെച്ച് അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു. അവർക്കൊപ്പം സന്തോഷകരമായ ഒരു കുടുംബജീവിതം നയിച്ചു. അയാളുടെ കൂടെ ജീവിക്കുന്നവർക്കോ അയൽക്കാർക്കോ അറിയില്ലായിരുന്നു തങ്ങളോടൊപ്പം ചിരിച്ചു സംസാരിക്കുന്ന ഈ മനുഷ്യൻ സ്വന്തം ഭാര്യയെയും 2 പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയ കേസിൽ നാട് തിരയുന്ന പിടികിട്ടാപ്പുള്ളിയാണെന്ന്. 11 വർഷം അയാൾ ആ മുഖം മൂടി അണിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയി. ഷെരീഫ് കരുതി എല്ലാവരും സബീറയെയും മക്കളെയും മറന്നു കാണുമെന്ന്. എന്നാൽ മലപ്പുറം പോലീസിൻ്റെ ഫയലുകളിൽ ഷെരീഫ് എന്ന പേര് അപ്പോഴും ചുവന്ന മഷിയാൽ രേഖപ്പെടുത്തിയിരുന്നു. പലവട്ടം അന്വേഷണം വഴിമുട്ടി. ഓരോ തവണയും അയാൾ ഉപയോഗിച്ചിരുന്ന പഴയ ഫോൺ നമ്പറുകളും സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും പോലീസ് പരിശോധിച്ചെങ്കിലും ഫലമുണ്ടായില്ല. 2026 തുടക്കം കാലം കാത്തുവെച്ച ആ നിമിഷമെത്തി. ഷെരീഫ് വരുത്തിയ ഒരു ചെറിയ അശ്രദ്ധ, തൻ്റെ പഴയ കാലത്തെ ആരോടോ ബന്ധപ്പെടാൻ നടത്തിയ ഒരു ശ്രമം സൈബർ സെല്ലിൻ്റെ റഡാറിൽ പതിഞ്ഞു. ബാംഗ്ലൂരിൽ ഒരു പ്രത്യേക ടവർ ലൊക്കേഷനിൽ ആ സിഗ്നൽ മിന്നിമറഞ്ഞു. 11 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ പോലീസിന് ഒരു തുമ്പ് ലഭിച്ചു. മലപ്പുറം SP-യുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം ബാംഗ്ലൂരിലെത്തി. ടാക്സി ഡ്രൈവർമാർക്കിടയിൽ രഹസ്യമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ മുഹമ്മദ് ഷെരീഫ് എന്ന കൊലയാളിയെ അവർ തിരിച്ചറിഞ്ഞു. കൈവിലങ്ങുമായി നിൽക്കുന്ന പോലീസിനെ കണ്ടപ്പോൾ താൻ ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ നുണക്കോട്ടകൾ തകർന്നടിയുന്നത് ഷെരീഫ് അറിഞ്ഞു. 11 വർഷത്തെ ഒളിച്ചോട്ടം അവിടെ അവസാനിച്ചു. നീതിയുടെ മുന്നിൽ അയാൾക്ക് മുട്ടുമടക്കേണ്ടി വന്നു. മുഹമ്മദ് ഷെരീഫ് എന്ന ഈ മനുഷ്യൻ കരുതിയത് കാലം കടന്നു പോകുമ്പോൾ അരിക്കോട്ടെ ആ വെള്ളക്കെട്ടിൽ പൊലിഞ്ഞ 3 ജീവനുകളെ ലോകം മറക്കുമെന്നാണ്. 11 വർഷത്തെ ഒളിവ് ജീവിതം, പുതിയൊരു പേര്, പുതിയൊരു കുടുംബം, ഇതിനെല്ലാം പിന്നിൽ അയാൾ തൻ്റെ ഭൂതകാലത്തെ കുഴിച്ചുമൂടാൻ ശ്രമിച്ചു. പക്ഷേ നിയമത്തിൻ്റെ കണ്ണുകളെ വെട്ടിച്ചാലും സ്വന്തം മനസാക്ഷിയെ ആർക്കും വെട്ടിക്കാനാവില്ല. ഇൻഷുറൻസ് തുകയ്ക്ക് വേണ്ടിയും സ്വന്തം താല്പര്യങ്ങൾക്കും വേണ്ടി സ്വന്തം ചോരയെ ഇല്ലാതാക്കിയ ഈ കൊലയാളി ഇന്ന് അഴികൾക്കുള്ളിലാണ്. സബീറയുടെ കുടുംബം നടത്തിയ നീണ്ട 13 വർഷത്തെ കണ്ണീരോടെയുള്ള കാത്തിരിപ്പിനും പോരാട്ടത്തിനുമാണ് ഇവിടെ വിജയം ലഭിച്ചിരിക്കുന്നത്. വൈകിയാണെങ്കിലും നീതി നടപ്പിലായിരിക്കുന്നു. നമ്മുടെ ചുറ്റുമുള്ള ഇത്തരം ക്രൂരതകൾക്കും ചതിക്കുഴികൾക്കുമെതിരെ നമ്മൾ എന്നും ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മറ്റൊരു കുറ്റകൃത്യത്തിൻ്റെ ചുരുളഴിയാത്ത രഹസ്യങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.